أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിദ്യാർത്ഥി കുഞ്ഞുങ്ങളെ, എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സന്തോഷമല്ലേ? നല്ല പവിത്രമായ, സന്തോഷകരമായ, ആനന്ദകരമായ, ആഹ്ലാദകരമായ പുണ്യ റബീഉൽ അവ്വൽ മാസം നമ്മോട് വിട പറഞ്ഞു അല്ലേ? റബീഉൽ അവ്വൽ മാസം കഴിഞ്ഞ് അടുത്ത ഒരു മാസത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ കൊല്ലമൊക്കെ റബീഉൽ അവ്വൽ വരുമ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു അല്ലേ? നമ്മുടെ മദ്രസകളും വീടുകളും പള്ളികളും നമ്മുടെ കവലകളൊക്കെ ആഭരണങ്ങളെ കൊണ്ടും അലങ്കാരങ്ങളെ കൊണ്ടും ലൈറ്റുകളെ കൊണ്ടൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് എന്തൊരു ഭംഗിയായിരുന്നു അല്ലേ? എന്തൊരു ചന്തായിരുന്നു. ഈ വർഷം റബീഉൽ അവ്വൽ മാസം വന്നപ്പോൾ കൊറോണ എന്ന വൈറസിൻ്റെ പേരിൽ അള്ളാഹുവിൽ നിന്നും ഇറങ്ങിയ പ്രത്യേക ഒരു പരീക്ഷണത്തിലൂടെ എല്ലാം നിശ്ചലമായിപ്പോയി അല്ലേ? ഒന്നും ഉണ്ടായില്ല. കുട്ടികൾക്കിടെ കലാപരിപാടികളോ ഘോഷയാത്രകളോ അതല്ലെങ്കിൽ വലിയ വലിയ ആഘോഷങ്ങളോ ആഹ്ലാദങ്ങളോ ഒന്നും ഉണ്ടായില്ല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള ഏതാനും ചെറിയ മൗലിദ് സദസ്സുകൾ മാത്രം സംഘടിപ്പിച്ച് അതിൽ മാത്രം ഒതുങ്ങുന്ന ഒരു നബിദിനമായി ഈ വർഷം ഒതുങ്ങിപ്പോയി. വലിയ നഷ്ടമായി പോയി നമുക്ക്. നമ്മുടെ ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ഒരു മാസം വന്നിട്ട് അതിൽ നല്ലതുപോലെ ആഘോഷിക്കേണ്ട സന്തോഷിക്കേണ്ട നല്ല ഒരു സുദിനങ്ങൾ വന്നിട്ട് നമുക്ക് വേണ്ടതുപോലെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാതെയായിപ്പോയി അല്ലേ? അത് നമുക്ക് വലിയ വിഷമമുണ്ട്. കാരണം ലോകത്ത് സന്തോഷിക്കേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യത്തിലാണ്. വേറൊരു കാര്യത്തിൽ നമുക്ക് എന്ത് സന്തോഷം? ഉപകാരപ്രദമായ ഒരു സന്തോഷം അത് മുത്തുനബിയുടെ പേരിലുള്ള സന്തോഷമാണ്. പുണ്യ സഹാബാക്കളൊക്കെ അങ്ങനെയല്ലേ നമുക്ക് കാണിച്ചു തന്നത്? നബിയോടുള്ള സ്നേഹം കൊണ്ട്, അവിടത്തേക്കുള്ള ഇഷ്ക് കൊണ്ട് സകലതും മറന്നു. അൻ നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്ന് പറഞ്ഞ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വന്തത്തേക്കാൾ കൂടുതൽ ഇഷ്ടവും ആഗ്രഹവും പ്രേമവും എല്ലാം അനുരാഗവും എല്ലാം ഉണ്ടാകേണ്ടത് മുത്തുനബിയോടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴല്ലേ ഈമാൻ പരിപൂർണമാകുന്നത്. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ അങ്ങനെയായിരുന്നല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തു നിന്നും കണ്ണ് പറക്കൽ അവർക്കിഷ്ടമല്ലായിരുന്നു. നബിയുടെ അടുക്കൽ ഇങ്ങനെ പോയി ഇരിക്കുക, എന്നിട്ടോ നബിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക. അതാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. അതായിരുന്നു നബിയുടെ മുഖത്ത് നോക്കിയിരിക്കുക. അതിനേക്കാളും ഇഷ്ടപ്പെട്ട വേറൊരു പരിപാടി അവർക്കുണ്ടായില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അത്രമാത്രം അവർ സ്നേഹിച്ചിരുന്നു, അവർ നെഞ്ചേറ്റിയിരുന്നു എന്നാണ് നമുക്ക് ചരിത്രങ്ങൾ കാണാൻ സാധിക്കുന്നത്. അതാണ് മുഅ്മിനിൻ്റെ അടയാളം. അങ്ങനെയാണല്ലോ, അൻ നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വന്തം ശരീരത്തേക്കാൾ. അതുകൊണ്ടല്ലേ സൗർ ഗുഹയിലേക്ക് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറുന്നതിൻ്റെ മുമ്പ്, നബിയെ നിങ്ങളിവിടെ നിൽക്കും, ഞാൻ കയറി നോക്കട്ടെ
അവിടെ എന്തെങ്കിലും വന്യജീവികളുണ്ടെങ്കിൽ ആദ്യം എന്നെ ആക്രമിക്കട്ടെ, നബിയെ അങ്ങയൊന്നും ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ ആദ്യം കയറാം, അങ്ങവിടെ നിൽക്ക് എന്ന് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഗുഹയിൽ കയറി അന്തരീക്ഷമെല്ലാം മനസ്സിലാക്കി പരിസരം നല്ലതുപോലെ പരിശോധിച്ചു. കറക്റ്റ് ചെയ്തതിന് ശേഷം നബിയോട് പറഞ്ഞു, നബിയെ വരൂ, ഇനി കയറിക്കോളി, ഇവിടെ എല്ലാം കറക്റ്റാണ്, ഇനി അങ്ങ് കയറിക്കോ. ആലോചിച്ച് നോക്കി, എൻ്റെ ശരീരം നശിച്ചാലും എനിക്കെന്ത് അപകടം പറ്റിയാലും എൻ്റെ നബിക്ക് വരാൻ പാടില്ല. അതായിരുന്നു സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബിതങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ നമുക്കറിയാം, സിദ്ദീഖ് തങ്ങളും നബിതങ്ങളും ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചില സമയത്ത് സിദ്ദീഖ് തങ്ങൾ നബിയുടെ മുന്നിൽ ഇങ്ങനെ കുറേ ദൂരം നടക്കും. എന്നിട്ട് പെട്ടെന്ന് നബിയുടെ പുറകിൽ വന്നിട്ട് പുറകിൽ ഇങ്ങനെ നടക്കും. പിന്നെ പെട്ടെന്ന് വലതുഭാഗത്ത് വന്നിട്ട് വലതുഭാഗത്തോടെ ഇങ്ങനെ നടക്കും. പിന്നെ ഇടതുഭാഗത്ത് വന്നിട്ട് ഇങ്ങനെ നടക്കും. ഇത് കണ്ടപ്പോൾ നബി ഒരു തമാശയ്ക്ക് ചോദിച്ചു, എന്താ സിദ്ദീഖ് നിനക്ക് പറ്റിയത്? നീ കുറേ നേരം എൻ്റെ മുന്നിൽ, കുറേ നേരം പുറകിൽ, കുറേ നേരം വലതുഭാഗം, കുറേ നേരം ഇടതുഭാഗം, എന്തു പറ്റി? അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നബിയെ, ഞാൻ അങ്ങയുടെ മുന്നിൽ നടക്കുന്നത് മുന്നിലൂടെ ആരും അങ്ങയെ ആക്രമിക്കാൻ വരാതിരിക്കാൻ വേണ്ടിയാണ്. ആരെങ്കിലും വന്നാൽ ആദ്യം എന്നെ ആക്രമിക്കട്ടെ. അപ്പോൾ കുറേ നേരം ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ പേടിയാണ്, പിന്നീന്ന് ആരെങ്കിലും വന്ന് നബി ആക്രമിച്ചെങ്കിലോ? അപ്പോൾ ഞാൻ പെട്ടെന്ന് പുറകിലേക്ക് വരുന്നതാണ്. എന്നിട്ട് പുറകിലൂടെ ഇങ്ങനെ നടക്കും. ആരെങ്കിലും പുറകിൽ നിന്ന് വന്നാൽ ആദ്യം എന്നെ ആക്രമിക്കട്ടെ, അങ്ങയെ വെറുതെ വിടട്ടെ. അങ്ങനെ പുറകിൽ കൂടെ കുറേ നേരം നടന്നു കഴിയുമ്പോൾ എനിക്ക് പെട്ടെന്ന് പേടിയാവും, വലതുഭാഗത്തൂടെ ആരെങ്കിലും വന്ന് ആക്രമിച്ചാലോ? അങ്ങനെ വലതുഭാഗത്ത് വന്ന് നബിയുടെ വലതുഭാഗത്തു കൂടി നടക്കും. കുറേ നേരം നടക്കുമ്പോൾ എനിക്ക് പേടിയാവും, നബിയുടെ ഇടതുഭാഗത്ത് ആരെങ്കിലും വന്നാലോ? അങ്ങനെ ഉടനെ ഇടതുഭാഗത്ത് വരും. ഇങ്ങനെയായിരുന്നു സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുണ്യ നബിയെ സ്നേഹിച്ചത്. സ്വന്തം ശരീരത്തേക്കാൾ, സ്വന്തം ജീവനേക്കാൾ കൂടുതൽ പുണ്യ ഹബീബിനെ അവർ നെഞ്ചേറ്റിയിരുന്നു, സ്നേഹിച്ചിരുന്നു. അപ്പോഴാണ് ഒരാൾ പരിപൂർണ മുഅ്മിനാകുന്നത്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഹദീസുകൾ മദ്രസകളിൽ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സുകളിലൊക്കെ അല്ലേ? ലോകത്തുള്ള സകല മനുഷ്യവംശത്തേക്കാളും ആരെ സ്നേഹിക്കണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണം. അപ്പോഴാണ് മുഅ്മിനാകുള്ളൂ. സ്നേഹമുള്ള ഒരാളെ സംബന്ധിച്ച് നമുക്ക് നന്മ പറയാൻ തോന്നുള്ളൂ. നമ്മൾ സ്കൂളിലും മദ്രസയിലും പോയി വീട്ടിൽ വരുമ്പോൾ നമ്മുടെ നല്ല നല്ല കൂട്ടുകാരെ സംബന്ധിച്ച് വാപ്പാനോടും ഉമ്മാനോടും നമ്മുടെ സഹോദരന്മാരോടും സഹോദരിമാരോടൊക്കെ ഇങ്ങനെ നന്മകൾ പറയും അല്ലേ? അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ സംബന്ധിച്ച് പറയൂലേ, നന്മകൾ പറയും. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ആത്മമിത്രത്തെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? നമ്മൾ ഇഷ്ടപ്പെടും. നമ്മളപ്പം തന്നെ അവിടെ കയർക്കും, ദേഷ്യപ്പെടും. അവൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറയും അല്ലേ? എന്നാൽ ഈ ആത്മമിത്രത്തേക്കാൾ കൂടുതൽ നാം ഇഷ്ടപ്പെടേണ്ടതും സ്നേഹിക്കേണ്ടതും നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ആ നബിയെ അതിരറ്റ് സ്നേഹിക്കുമ്പോൾ, ആ നബിയോടുള്ള ഇഷ്ക് കൂടുമ്പോൾ, പ്രേമം കൂടുമ്പോൾ, അനുരാഗം കൂടുമ്പോൾ നമ്മുടെ നാവിലൂടെ അറിയാതെ വന്നു പോകുന്നതാണ് നബിയുടെ മദ്ഹ്, ആ നബിയുടെ നല്ല നല്ല ജീവിത പാഠങ്ങളും അവിടുത്തെ അധ്യാപനങ്ങളും അറിയാതെ വന്നു പോകുന്നതാണ്. അങ്ങനെയാകണം നമ്മൾ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ നബിയെ നല്ലതുപോലെ സ്നേഹിക്കുമ്പോൾ മാത്രമേ നബിയെപ്പറ്റി നല്ലത് പറയാൻ നമുക്ക് സാധിക്കും. നല്ലത് പറയൽ തന്നെ വലിയ പുണ്യമാണ്. ആ പറയുന്നതിനേക്കാൾ ഉപരിയായി നബിയുടെ ചര്യകൾ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ തയ്യാറാകണം. നബിയുടെ നല്ല ചര്യകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. എത്രയോ സുന്നത്തുകൾ പുണ്യനിബിധങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഉറക്കിൽ നിന്നും ഉണരുന്നത് മുതൽ, കണ്ണ് തുറക്കുന്നത് മുതൽ
അവൻ്റെ ജീവിതത്തിൻ്റെ സകല പ്രയാണ മേഖലകളിലും പുണ്യനബിയുടെ മാതൃകയുണ്ട്. അവൻ്റെ യാത്രയിൽ എന്തിന് ഉറക്കത്തിന് എഴുന്നേറ്റ് ബാത്റൂമിൽ കയറുമ്പോൾ, പല്ല് തേക്കുമ്പോൾ, മുഖം കഴുകുമ്പോൾ, കുളിക്കുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, അതേപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ, അതേപോലെ ചെരുപ്പിടുമ്പോൾ പോലും എത്ര അധ്യാപനങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പൊന്നാര മക്കളോട് എനിക്ക് പറയാനുള്ളത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഒരു താല്പര്യം കാണിക്കണം. ഓരോ റബീഉൽ അവ്വൽ മാസം കഴിയുമ്പോഴും ഓരോരോ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. ആ നബിയാണ് നമ്മുടെ രക്ഷ. ദുനിയാവിൽ രക്ഷ ആ നബിയാണ്. നാളെ പരലോകത്തും ആ നബി തന്നെയാണ് നമ്മുടെ രക്ഷകൻ. നാളെ മഹശറയിൽ ചെന്ന് വെന്തുരുകി നിൽക്കുമ്പോൾ എല്ലാവരും അടുക്കൽ ചെല്ലും ഒന്ന് രക്ഷപ്പെടുത്താൻ, സകലരും കൈയൊഴിയും. അവസാനം നമ്മൾ എത്തിപ്പെടുക ഈ പുണ്യ മനുഷ്യൻ്റെ അടുക്കലാണ്. പുണ്യ ഹബീബ് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. നന്മകൾ ചെയ്തവരെ സ്വർഗത്തിലെത്തിക്കും. അതിനുവേണ്ടി പുണ്യ ഹബീബ് കഷ്ടപ്പെടുന്നുണ്ട്. ദുനിയാവിൽ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാണ്. അത്രമാത്രം ത്യാഗം സഹിച്ച പ്രവാചകനാണ്. ആ പ്രവാചകനെ പറയാതെ, ആ പ്രവാചകനെ ഓർക്കാതെ നമുക്കൊരു ദിവസം പോലും ജീവിക്കൽ അസാധ്യമാണ്. സാധ്യമല്ല നമുക്ക് ജീവിക്കാൻ. ആ പുണ്യ നബിയുടെ പാരമ്പര്യം നാം സ്വീകരിച്ചത് കൊണ്ടാണ് യഥാർത്ഥ ഒരു മനുഷ്യബോധമുള്ള നന്മയുള്ള ഒരു സമൂഹമായി മാറാൻ നമുക്ക് സാധിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മളോ മൃഗത്തേക്കാൾ മ്ലേച്ഛ സ്വഭാവത്തിൻ്റെ ഉടമകളായി, ദുർനടത്തിപ്പുകാരായി, മോശക്കാരായി, നീചന്മാരായി നമ്മൾ മാറുമായിരുന്നു. ആ പുണ്യ നബിയുടെ സൽസ്വഭാവത്തിൻ്റെ അധ്യാപനങ്ങൾ നമുക്ക് കിട്ടിയത് കൊണ്ടാണ് നാം നന്മയുടെ വാക്താക്കളായത്, നമ്മൾ നല്ലവരായത്. അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളോട് ഒരു അപേക്ഷയായിട്ട് നിങ്ങൾ സ്വീകരിക്കുക. ആ പുണ്യ ഹബീബിൻ്റെ ചര്യകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മെ കാണുമ്പോൾ കാണുന്നവൻ്റെ മനസ്സിലാകണം ഞാനൊരു മുസ്ലിമാണെന്ന്. അതിനെന്ത് വേണം? ഒരു മുസൽമാൻ തലമുടി വെട്ടുന്നത് പോലെ നമ്മൾ തലമുടി വെട്ടണം. ഒരു മുസൽമാൻ താടിയും മീശയും വളർത്തുന്നത് പോലെ നമ്മളും താടിയും മീശയും വളർത്തണം. ഏറ്റവും പ്രധാനം ഒരാളെ കാണുമ്പോൾ ആദ്യം ദൃശ്യമാകുന്നത് അതാണല്ലോ, തലമുടിയുടെ കോലം. അതേതെങ്കിലും പൈശാചിക കോലമാണെങ്കിലോ നാമും നബിയും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ഈ നബിയുടെ മുന്നിലേക്ക് നാളെ നമ്മൾ ചെല്ലുമ്പോൾ ആ നബി തങ്ങൾ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമോ? അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ ശ്രദ്ധിക്കണം. വളരെ ഗൗരവത്തിൽ തന്നെ എടുക്കണം. നിസ്സാരമായ കാര്യമല്ല, വളരെ ഗൗരവമുള്ള കാര്യമാണ്. ആ പുണ്യ ഹബീബിൻ്റെ ചര്യകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, അധികരിപ്പിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ രൂപങ്ങൾ. ആൺകുട്ടികൾ തലമുടി വെട്ടുമ്പോൾ പുണ്യ നബി തങ്ങൾ പറഞ്ഞതുപോലെ വെട്ടാൻ വേണ്ടി ശ്രമിക്കുക. താടിയും മീശയും വളർത്തുമ്പോൾ പുണ്യ നബി തങ്ങളുടെ സുന്നത്തിനെ കരുതിക്കൊണ്ട് അത് വളർത്തുക. പെൺകുട്ടികൾ വേഷവിധാനങ്ങളിൽ അതെവിടെയാണെങ്കിലും, മരിച്ച വീടാണെങ്കിലും, ജനിച്ച വീടാണെങ്കിലും, കല്യാണ വീടാണെങ്കിലും, പുതിയ പെരതാമസത്തിന് പോവുകയാണെങ്കിലും ഒക്കെ ഒരേ വേഷവിധാനം. അതല്ലാതെ മരിച്ചോടുത്ത് പോകുമ്പോൾ നല്ല വേഷവിധാനം, കല്യാണത്തിന് പോകുമ്പോൾ മോശമായ വേഷം, അത് പറ്റൂല. കൃത്യമായ വേഷവിധാനത്തോടു കൂടി തന്നെ നമ്മൾ കഴിഞ്ഞുകൂടാൻ സാധിക്കണം. കഴിഞ്ഞു പോയ ഒരു മാസത്തിൻ്റെ സന്ദേശം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ നമ്മൾ പരമാവധി പ്രാവർത്തികമാക്കണം. ചെയ്യൂലേ? നമ്മുടെ വീട്ടുകാർക്കും പറഞ്ഞു കൊടുക്കണം. ആ വീട്ടിൽ നമ്മുടെ നന്മകൾ വളരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം. അതിനുവേണ്ടി നമ്മൾ തയ്യാറാവണം. നമ്മൾ 7ാം ക്ലാസ്സിൽ മദ്രസയിലേക്ക് പഠിക്കുന്ന വലിയ കുട്ടികളല്ലേ?
നമ്മളെ വീട്ടുകാർ ശ്രദ്ധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടാകണം. നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ ശൈലിയിലും ഒക്കെ നന്മ ഉണ്ടാകണം. ആ നന്മ കണ്ട് നമ്മുടെ വീട്ടുകാർ വിലയിരുത്തണം നമ്മളെ. നമ്മുടെ നാട്ടുകാരും നമ്മെ വിലയിരുത്തണം. ആ നിലയിൽ നമ്മുടെ ജീവിതം ധന്യമാക്കണം. ശ്രമിക്കൂലേ? എൻ്റെ പൊന്നാര മക്കൾ അതിനുവേണ്ടി പരിശ്രമിക്കൂലേ? അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇന്ന് നമുക്ക് പാഠം നോക്കാം അല്ലേ? ഇന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം ഏതാണ്? 10ാമത്തെ പാഠമാണ്. വാജിബാത്തുൽ ഹജ്ജി വ സുനനുഹു എന്ന പാഠമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹജ്ജിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വിശാലമായിട്ട് പഠിച്ചു അല്ലേ? നമ്മൾ അന്ന് അവിടെ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഹാജറ ബീവിയുടെയൊക്കെ ചരിത്രങ്ങൾ വിശാലമായിട്ട് പറഞ്ഞു. മക്കയുടെ ചരിത്രങ്ങളും ഒക്കെ വിശാലമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? മറന്നുപോയോ? എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അപ്പോൾ ഹജ്ജ് എന്ന് പറയുന്നത് ഒരു മുസൽമാൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം നിർബന്ധമായ ഒരു അമലാണ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യം നിർബന്ധമാകുന്നതാണ്. അത് കഴിവുള്ളവരൊക്കെ ചെയ്യണം. കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതിരുന്നാലോ അവൻ്റെ അന്ത്യം വളരെ മോശമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. മക്കൾ കേട്ടില്ലേ? പഠിച്ചില്ലേ? എല്ലാവരും ഉഷാറല്ലേ? അൽഹംദുലില്ലാ, നല്ല ഉഷാറായിട്ട് പഠിക്കണം. നമുക്കിവിടെ പഠിക്കാനുള്ളത് ഹജ്ജിൻ്റെ വാജിബാത്തുകളും ഹജ്ജിൻ്റെ സുന്നത്തുകളുമാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ തന്നെയാണ്. എല്ലാവരും പാഠം പ്രത്യേകം ശ്രദ്ധിക്കുക. പാഠം 10 വാജിബാത്തുൽ ഹജ്ജി വ സുനനുഹു. ഹജ്ജിൻ്റെ വാജിബുകളും ഹജ്ജിൻ്റെ സുന്നത്തുകളുമാണ് നമ്മുടെ ചർച്ച. ഹജ്ജിന് 9 വാജിബാത്തുകളുണ്ട്. എത്രയുണ്ട്? 9 വാജിബാത്തുകളുണ്ട്. ഏതൊക്കെയാണ് ഹജ്ജിൻ്റെ വാജിബാത്തുകൾ? 1. മീഖാത്തിൽ നിന്നും ഇഹ്റാം ചെയ്യുക. മീഖാത്തിൽ നിന്നും ഇഹ്റാം ചെയ്യുക. എന്താണ് മീഖാത്ത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ മീഖാത്ത് എന്താന്ന്? ഓരോ രാജ്യത്ത് നിന്നും വരുന്നവർ നിർണിതമായ ചില സ്ഥലങ്ങളുണ്ട്. അവിടെ വച്ച് ഹജ്ജിനോ ഉംറയ്ക്കോ വേണ്ടി ഇഹ്റാം ചെയ്ത് വരേണ്ട സ്ഥലമാണ് മീഖാത്ത്. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ അത് വിശാലമായിട്ട് പറഞ്ഞിരുന്നു. ഓർമ്മയില്ലേ? പഠിച്ചില്ല എല്ലാവരും മീഖാത്തുകളൊക്കെ? തദ്രീബാത്തിൽ നമ്മളെ മീഖാത്തൊക്കെ ചർച്ച ചെയ്തിരുന്നു അല്ലേ? എല്ലാവർക്കും ഓർമ്മയില്ലേ? അപ്പോൾ ആ മീഖാത്തിൽ നിന്ന് തന്നെ ഇഹ്റാം ചെയ്യണം. അതാണ് 1ാമത്തെ ഹജ്ജിൻ്റെ വാജിബാത്ത്. മീഖാത്ത് വിട്ട് കടക്കുന്നതിന് മുമ്പ് ഇഹ്റാം ചെയ്യണം. മീഖാത്ത് വിട്ട് കടന്നാലോ പിന്നെ ഇഹ്റാം ചെയ്യാൻ പറ്റൂല. കാരണം ടൈം കഴിഞ്ഞു പോയി. നമുക്കറിയാം നോമ്പിൽ എപ്പോഴാണ് നിയ്യത്ത് വയ്ക്കേണ്ടത്? ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നിയ്യത്ത് വയ്ക്കണം. ബാങ്ക് കൊടുത്തതിന് നിയ്യത്ത് വെച്ചിട്ട് കാര്യമുണ്ടോ? എന്നതുപോലെയാണ് ഹജ്ജിന് ഒരു സ്ഥലമുണ്ട്. ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് പോകുമ്പോൾ നിർണിതമായ ഒരു സ്ഥലമുണ്ട്. അതാണ് മീഖാത്ത്. ആ മീഖാത്തിൽ എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഇഹ്റാം ചെയ്യണം. മീഖാത്ത് കഴിഞ്ഞാലോ പിന്നെ എൻ്റെ സമയം കഴിഞ്ഞു, എൻ്റെ സ്ഥലം കഴിഞ്ഞു പോയി. ഏതുപോലെ നോമ്പിൽ സുബഹിക്ക് ശേഷം നിയ്യത്ത് വെക്കും പോലെ ഫറലായ നോമ്പിൽ അങ്ങനെ നിയ്യത്ത് വയ്ക്കാൻ പറ്റൂലല്ലോ എന്നതുപോലെ. അപ്പോൾ 1ാമത്തെ വാജിബാണ് മീഖാത്തിൽ നിന്നും ഇഹ്റാം ചെയ്യുക എന്നുള്ളത്. അത് വളരെ കൃത്യമായ 1ാമത്തെ വാജിബാണ്. അതെല്ലാവരും വളരെ കൃത്യമായിട്ട് പഠിക്കണം. 2. അറഫയിലെ നൃത്തം അസ്തമയം വരെ നീട്ടുക. അറഫയിലെ നൃത്തവും നമ്മളന്ന് വിശാലമായിട്ട് പറഞ്ഞിരുന്നു. എന്താണ് അറഫാന്നും അറഫ ദിവസത്തിൻ്റെ മഹത്വവും ആ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ മാലാഖമാരിങ്ങനെ ഇറങ്ങി വരുന്നതും അല്ലേ, നമ്മുടെ ശത്രുവായ ഇബ്ലീസ് പേടിച്ചരണ്ട് ഓടുന്നതും ഒക്കെ നമ്മൾ വിശാലമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എല്ലാവർക്കും ഓർമ്മയില്ലേ? എല്ലാവരും പഠിച്ചില്ലേ? അപ്പം അങ്ങനെ അറഫയിൽ നൃത്തം എവിടം വരെ ഉണ്ടാവണം? അസ്തമയം വരെ നീട്ടണം. സൂര്യൻ അസ്തമിക്കുന്നത് വരെ അറഫയിൽ നൃത്തം ദീർഘിപ്പിക്കണം എന്നാണ് 2ാമത്തെ വാജിബാത്ത്. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി ഭാഗം
അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തആല നല്ലതുപോലെ പഠിക്കാനും പഠിച്ചത് പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം.